ഹലോ ഫ്രണ്ട്സ്, ഒരു കുട്ടനാട്ടുകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ജൂലൈ 9 തീയതി മൂലം ജലോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ജലോത്സവ മേള വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി ഈ വർഷം മൂലം ജലോത്സവം തുഴയുന്നത് ചമ്പക്കുളം ചുണ്ടനാലാണ്. ഇന്ന് ചമ്പക്കുളം ചുണ്ടൻ്റെ നീരണയിൽ ചടങ്ങാണ്. ഇന്ന് നടക്കുന്ന ചടങ്ങുകളും നാളെ തൊട്ട് തുടങ്ങുന്ന പരിശീലനങ്ങളിലും ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളിലും വള്ളത്തിനും തുഴച്ചിൽക്കാർക്കും ക്ലബിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എളങ്കാവിനമ്മയോട് അനുഗ്രഹം തേടി. എല്ലാ സ്പോർട്സിലും എത്രയൊക്കെ പെർഫോം ചെയ്തു കഴിഞ്ഞാലും ചില ഭാഗ്യങ്ങളും ഭാഗ്യക്കേടുകളും ഉണ്ട്. അതിൽ നീ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സ്പോർട്സിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരും. അതിൽ ദൈവാനുഗ്രഹം മാത്രം പോരാ, ഒരു വഞ്ചിപ്പാട്ടി പറയുന്നത് പോലെ മാതാപിതാ ഗുരുക്കന്മാരെ അനുഗ്രഹം ചൊരിയണേ ഞങ്ങൾക്കായി. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടിയാൽ മാത്രമേ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 88-90 പേരടങ്ങുന്നതായിരിക്കും. അതായത് തുഴച്ചിൽക്കാരും പങ്കായക്കാരും നിലക്കാരും കൈമണിക്കാരും അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നത്. അതിൽ പല വള്ളങ്ങൾക്കും പല ലെങ്തുകളായതുകൊണ്ട് 90 എന്നുള്ളത് ചിലപ്പം കൂടാം, ഈ 90 എന്നുള്ളത് ചിലപ്പം കുറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയും പേരുടെ ഒന്നിച്ചുള്ള ഒരു പ്രവൃത്തിയുടെ ഫലമാണ് നല്ല പെർഫോമൻസുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ എളങ്കാവ് അമ്പലത്തിലെ ശാന്തി അരുൺചേട്ടനോട് ബായൊക്കെ പറഞ്ഞ് അരുൺചേട്ടൻ നമുക്ക് വിജയാശംസകളൊക്കെ നൽകി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കി. അങ്ങനെ ഞങ്ങൾ നേരെ ചേന്നങ്കേരി പള്ളിയോടടുത്ത് എത്താറായി. ഇത് ചേന്നങ്കേരി പള്ളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് ഓടി മൂന്നാറ്റുഭാഗം എന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞാൽ നെടുമുടി പാലമായി. അപ്പോഴേക്കാണ് നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇലക്ട്രിസിറ്റിയിൽ ജോലിയുള്ള നമ്മുടെ വള്ളത്തിൻ്റെ അല്ലെങ്കിൽ ക്ലബിൻ്റെ ഫാൻസാണ് കേട്ടോ. അവർ ആർപ്പയും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ അങ്ങനെ യാത്രയാക്കി. ആ കാണുന്നതാണ് നെടുമുടി ബോട്ടിയെട്ടി. ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കൈനേരിക്കാർ എന്നെപ്പോലുള്ളവർ ആശ്രയിച്ച സ്ഥലം. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കുള്ള KSRTC ബസ്സിൽ കയറി പോകുന്നത്. അന്ന് നമ്മുടെ അവിടെ റോഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അന്നൊക്കെ ആലപ്പുഴ പോയി ഒരു സിനിമ കണ്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം വേണമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനല്ല, റോഡായി കാര്യങ്ങളായി മറ്റു സൗകര്യങ്ങളെല്ലാം ആയി. വെള്ളപ്പൊക്കം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഹാപ്പി. അങ്ങനെ നമ്മുടെ ബോട്ട് ഓടി ചമ്പക്കുളത്തെത്തി. ആ ജെട്ടിയുടെ തൊട്ടപ്പുറം തന്നെയാണ് ചമ്പക്കുളം വള്ളത്തിൻ്റെ വള്ളപ്പുര. ആ നിൽക്കുന്ന പച്ച ടീഷർട്ട് ഇട്ട ആളാണ് ചാക്കോ സാറ്, ഞങ്ങളുടെ ക്ലബിൻ്റെ സ്വന്തം കോച്ച്. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഞങ്ങളെ പ്രതീക്ഷിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. ഇതാണ് ജലരാജാവ് ചമ്പക്കുളം ചുണ്ടൻ്റെ വിശ്രമ കേന്ദ്രം. ഞാൻ ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നുള്ള മട്ടിലാണ് ജലരാജാവായ ചമ്പക്കുളം ചുണ്ടൻ്റെ ഇരിപ്പ്. 11 വർഷം പിന്നിടുമ്പോഴും പുതുതലമുറയോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാവുന്ന പൊരുതുന്ന ഒരേ ഒരു രാജാവ് ചമ്പക്കുളം ചുണ്ടൻ.
രാജാവ് 2014 ആദ്യമായിട്ട് നീരണിയുമ്പോൾ യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനീരോടെ കൈക്കരത്തിൽ അന്നത്തെ നെഹ്റു ട്രോഫി നേടുകയുണ്ടായി. രാജാവ് ഈ വർഷത്തെ പോരിനായി ഇറങ്ങുന്നതിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. 10:45-നും 11:15-നും ഇടയ്ക്കാണ് വള്ളം നീരണയുന്നത്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അവിടെ ഞാൻ ഏകനല്ല, അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. പോട്ടെ തള്ളിട്ടോ ഇപ്പൊ അങ്ങനെ ജലരാജാവ് ഈ വർഷത്തെ യുദ്ധത്തിനായി നീരണിഞ്ഞു. രോമാഞ്ചമായ നമ്മുടെ പൊന്നോമനയായ ചമ്പക്കുളം ചുണ്ടൻ അവർക്ക് നൽകുവാനായിട്ട് നമുക്ക് ഉറപ്പാണ്. ഈ 2025 മൂലം ജലോത്സവത്തിൽ രാജപ്രമുഖൻ ട്രോഫി നമ്മുടെ കൈവെള്ളയിൽ അവർ തരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അവരെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും പരിപാവനമായ നമ്മുടെ എല്ലാം വിശ്വാസത്തിൻ്റെ നാനാജാതി മതസ്ഥരുടെ എല്ലാവരുടെയും വികാരമായ നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ്റെ എല്ലാമായ എല്ലാവരുടെയും നാട്ടുകാരുടെ സ്നേഹവും സംഘടനകളുടെ ഉത്സാഹവും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അതിൻ്റെ പ്രധാന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒന്നാം അമരം കൊടുക്കുന്നത് 1984 ഇന്ത്യൻ ടീമിൻ്റെ തന്നെ അമരക്കാരനായിരുന്ന CT തോമസ് കാച്ചാങ്കോടമാണ് ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി. അദ്ദേഹത്തെ ഏറെ അഭിമാനത്തോടെ ഒന്നാം പങ്കായം നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ ഏറ്റവും മുൻനിര താരത്തെ ഏൽപ്പിക്കുവാനായിട്ട് സാദയം ക്ഷണിച്ചുകൊള്ളും. പങ്കായ ഏറ്റുവാങ്ങാൻ രാജീവനെ ക്ഷണിക്കുന്നു. നമുക്കറിയാം ചമ്പക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് സന്തോഷവും സ്നേഹവും നിഷ്കളങ്കത്തിന്റെ ഭാവവുമായ നമ്മുടെ മോൻസ് കരിയമ്പള്ളിയാണ് 2025 ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഒന്നാം തുഴ നൽകുവാനായിട്ട് ഏറെ സ്നേഹത്തോടെ ഒന്നാം തുഴ ഏറ്റുവാങ്ങാൻ വില്ലേജ് ബോട്ട് ക്ലബിന്റെ ധീരനായ തുഴച്ചിക്കാരൻ
അരുൺ വള്ളംകുളങ്ങരെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇടിയൻ നൽകുവാനാണ് ചമ്പക്കുളത്തിൻ്റെ വെള്ളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ രീതിയിലും മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുന്ന ബെൻസി തുരുത്തേലിനെ വളരെ സ്നേഹത്തോടു കൂടി ഇടിയൻ കൈമാറുവാനായിട്ട് ഇടിയൻ ഏറ്റുവാങ്ങുവാൻ നൈസൺ നടത്തുക. വില്ലേജ് ബോട്ട് ക്ലബിന്റെ നൈസൺ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ചമ്പക്കുളം കരയുടെ സ്നേഹമാണ് ഇപ്പോൾ കൈമാറിയത്. തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ കാര്യമായി നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് സർവ്വ മനസ്സോടുകൂടി നേരുകയാണ്. ആശംസകൾ. നമുക്ക് ആരെ വിളിക്കുന്നു? അല്ല വൈകിട്ട് ഒന്ന് അടുപ്പിച്ചോ വെള്ളം കേട്ടോ. ആണൊന്ന് കുത്തിക്കോട്ടെ. വില്ലേജ് ബോട്ട് ക്ലബ് കൈനീരുടെ ഒന്നാം പങ്കായ രാജീവേട്ടനും ഒന്നാം തുഴക്കാരനായ അരുണും ഇടിയനായ നെൽസൺ ചേട്ടനും ചമ്പക്കുളം വള്ളത്തിൻ്റെ ചാർജ് ഏറ്റെടുത്തു. അങ്ങനെ ജലരാജാവിൻ്റെ കൈയും പിടിച്ച് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി അവൻ്റെ തട്ടകമായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് വള്ളംകളിയുടെ മക്കയായ കൈനേരിലേക്ക് യാത്രയായി. ജലരാജാവിനെയും കൂട്ടി ചമ്പക്കുളം ഭഗവതി ക്ഷേത്രത്തിലും ചമ്പക്കുളം പള്ളിയിലും പോയി. വരാൻ പോകുന്ന യുദ്ധത്തിൽ നല്ലൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ സഹായിക്കണമേ എന്ന് ഭഗവതിയോടും പുണ്യാളനോടും അപേക്ഷിച്ചു. അങ്ങനെ 3-4 മണിക്കൂറിന് ശേഷം ജലരാജാവുമായി നമ്മൾ തിരികെ മക്കയിലെത്തിയിരിക്കുകയാണ്. വള്ളംകളിയുടെ സ്വന്തം മക്കയിൽ. ഇന്ന് ജൂലൈ 4-ാം തീയതിയാണ്. ഇന്നാണ് വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ആദ്യത്തെ സെലക്ഷൻ ട്രയൽ നടക്കുന്നത് ചമ്പക്കുളം ചുണ്ടനിൽ. അപ്പം നമുക്ക് സെലക്ഷൻ ട്രയലും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം.
ആ വെള്ള തോർത്തും കെട്ടി കരയിൽ ആർപ്പിടുന്നതാണ് നമ്മുടെ വില്ലേജ് ബോൾ ക്ലബിൻ്റെ സ്വന്തം ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്. തുഴച്ചിൽക്കാരുടെ പെരുക്കം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം ഈ ഇടിയിലാണ്. ഈ താളത്തിലാണ് ഓരോ തുഴച്ചിൽക്കാരനും അവൻ്റെ തുഴ ഇടുന്നത്. പെരുക്കം എന്നുദ്ദേശിച്ചത് സ്പീഡാണ്. ഓരോ തുഴയിടുന്നതിനും ഓരോ പെരുക്കങ്ങളുണ്ട്. താളം തെറ്റിക്കഴിഞ്ഞാൽ തുഴകൾ തമ്മിൽ തട്ടലും മുട്ടലും എല്ലാമായി. ട്രയൽ ദിവസമായതുകൊണ്ട് തന്നെ വള്ളവും എടുത്ത് ട്രെയിൽ ചെയ്ത് നേരെ പോയത് ഇളങ്കാവ് അമ്പലത്തിലേക്കാണ്. അരുൺചേട്ടൻ ജലരാജാവിനുള്ള മാലയും പട്ടുമെല്ലാം സമർപ്പിച്ചു. രാജീവേട്ടൻ അത് ഭംഗിയായിട്ട് അവനെ അണിയിക്കുന്നു. ഇളങ്കാവിൽ അമ്മയുടെ അനുഗ്രഹം മേടിച്ച് വീണ്ടും പരിശീലനത്തിലേക്ക്. അങ്ങനെ ട്രയൽ ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ ട്രയൽ കാണാൻ വേണ്ടി സംഗീത സംവിധായകൻ ഗോപിസുന്ദർ എത്തി. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അഭിപ്രായപ്പെടുത്തുക. മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം പുതിയൊരു വീഡിയോയിലും ട്രയൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ
വീണ്ടും കാണാം. താങ്ക് യു. മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഓടി വേണ്ടിയുടെ കൊല്ലം. My God.